കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം എന്ന് പറയുമ്പോൾ നമുക്ക് എൻ്റെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ജനതയ്ക്കും ഏതാണ്ട് ആദ്യം വായിൽ വരുന്ന വാക്ക് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ളതാണ്. അഖിലേന്ത്യാ തലത്തിൽ നോക്കിയാലും ശരി, രാധേശ്യാം എന്ന് പറയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഹിന്ദുക്കളാണോ ഒരു രാധേശ്യാം എന്ന് പറഞ്ഞിരിക്കും. അത്രയ്ക്കുണ്ട് കൃഷ്ണൻ എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ആ ചൈതന്യം നമ്മുടെ ഇടയിൽ ചെലുത്തിയിരിക്കുന്ന സ്വാധീനം. കൃഷ്ണൻ ആത്മീയ തലത്തിലും അതേപോലെ ലൗകിക തലത്തിലും എല്ലാം വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ചൈതന്യമാണ്. എന്താണ് കൃഷ്ണൻ? ആരാണ് കൃഷ്ണൻ? കർഷതി ഇതി കൃഷ്ണ എന്നാണ് കൃഷ്ണന്റെ നിർവചനം പറയുക. ആകർഷിക്കുന്നവനാണ് കൃഷ്ണൻ. കൃഷ്ണന്റെ പ്രകൃതം ആകർഷണമാണ്. വൃന്ദാവനത്തിലെ ഗോപികമാരെ എല്ലാവരെയും ആകർഷിച്ച് നിർത്തിയിരുന്നു. ഗോപകുമാരന്മാരെയും എല്ലാവരെയും ആകർഷിച്ച് നിർത്തിയിരുന്നു. കൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന സമൂഹത്തെ മുഴുവൻ ആകർഷിച്ച് നിർത്തിയിരുന്നു. അതാണ് കൃഷ്ണ ചൈതന്യത്തിൻ്റെ വിശേഷം. എല്ലാവർക്കും ആകർഷണത്തിൻ്റെ കേന്ദ്രമാകുക, അതായിരുന്നു കൃഷ്ണൻ. അത് ലൗകിക തലത്തിലേക്ക് അങ്ങനെ കാണുമ്പോൾ, ആത്മീയ തലത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള തലത്തിലാണെങ്കിലോ നമുക്ക് അന്വേഷിച്ചാൽ ആരാണ് കൃഷ്ണൻ എന്നുള്ള സങ്കേതം, ആകർഷിക്കുന്ന സങ്കേതം അത് ഏതാണ് എന്ന് ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ആകർഷിച്ച് നിർത്തി ഒരേ താളത്തിൽ ചലിപ്പിക്കുന്ന ആ ചൈതന്യം, അതാണ് കൃഷ്ണൻ. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു ആകർഷണ കേന്ദ്രമുണ്ട്. ആ ആകർഷണ കേന്ദ്രം ഇല്ല എങ്കിൽ പ്രപഞ്ചം എപ്പോഴേ തകിടുപൊടിയായി വീഴുമായിരുന്നു. അങ്ങനെ തവിടുപൊടിയായി വീഴാതെ അതിനെ കാത്തുരക്ഷിക്കുന്ന ആ ആകർഷണ വലയം, അതാണ് കൃഷ്ണൻ. നമുക്ക് ചെറിയ സ്ഥാനത്ത് തന്നെ നോക്കാം. ഒരാറ്റം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ആറ്റത്തിന് എങ്ങനെയാണ് അവിടെ നിലനിൽക്കാൻ കഴിയുക? അതിൻ്റെ ന്യൂക്ലിയസിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇലക്ട്രോണുകൾ കറങ്ങി നടക്കുന്നതുകൊണ്ട് ആ കറക്കത്തിൻ്റെ ആ ആകർഷണത്തിൻ്റെ വിലയിലാണ് ആ മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ അനേകം കോശങ്ങൾ അല്ലെങ്കിൽ അനേകം ആറ്റങ്ങൾ ചേർന്നാണ് മാറ്റം ഉണ്ടാകുന്നത്. ആ മാറ്റം ആകർഷണ കേന്ദ്രത്തിനെ കേന്ദ്രീകരിച്ച് ചുറ്റുന്നു. അങ്ങനെ വലിയ മാറ്റമായിട്ട് മാറുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ഭൂമിയെ കേന്ദ്രമാക്കിക്കൊണ്ട് ചന്ദ്രൻ സഞ്ചരിക്കുന്നു, പ്രദക്ഷിണം വയ്ക്കുന്നു. അതേപോലെ നമ്മൾ കൃത്രിമമായിട്ട് അയച്ചിരിക്കുന്ന പല ഉപഗ്രഹങ്ങളും ഭൂമിയെ കേന്ദ്രമാക്കി ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അവർക്കെല്ലാം ആകർഷണ കേന്ദ്രം ഭൂമിയാണ്. ഈ ഭൂമി നിശ്ചലമായിട്ട് നിൽക്കുകയല്ല, ഭൂമിയും കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്തിനെ കേന്ദ്രീകരിച്ചാണ് എന്ന് ചിന്തിക്കുമ്പോൾ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ കേന്ദ്രീകരിച്ചാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. സൂര്യനാണ് ആകർഷണ കേന്ദ്രം. സൂര്യൻ വിഷ്ണുവിൻ്റെ ഒരു ഭാവമാണ് എന്ന് പറയും. ഇനി കുറച്ചും കൂടി ചുറ്റും നമ്മൾ അന്വേഷിച്ചാലോ, ഈ സൂര്യനും നിശ്ചലമായിട്ട് നിൽക്കുകയല്ല, സൂര്യനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യനും അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ സഞ്ചരിക്കുന്ന ഏതോ ഒരു കേന്ദ്രത്തിനെ കേന്ദ്രീകരിച്ച് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂര്യൻ പ്രദക്ഷിണം വയ്ക്കുന്നത് എന്തിനായിരിക്കും? ആകാശഗംഗ എന്ന് പറയുന്ന നക്ഷത്രമണ്ഡലം, ആ നക്ഷത്രമണ്ഡലത്തിൽ ഒരു കേന്ദ്രത്തിനെ ചുറ്റിപ്പറ്റിയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ഏതായിരിക്കും ആ കേന്ദ്രം? നമ്മൾ ആകാശഗംഗയുടെ ചിത്രം നോക്കി അറിയാം. ഒരു മുറത്തിൽ നിന്ന് എന്തോ പേറ്റിക്കളയുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തോ കൊഴിച്ച് എടുക്കുന്നത് പോലെയോ ഒക്കെ തോന്നാവുന്ന വിധത്തിൽ ആണ്
ആകാശഗംഗ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹം. അപ്പം അതിനൊരു കേന്ദ്രബിന്ദു ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ആ കേന്ദ്രബിന്ദുവിനെ കേന്ദ്രീകരിച്ചാണ് ആകാശഗംഗ കറങ്ങുന്നത്. അതിൽപ്പെട്ട ഒരു നക്ഷത്രമായിരിക്കുന്ന സൂര്യനും അതിനെ കേന്ദ്രീകരിച്ച്, അതായത് സൗരയൂഥം മുഴുവൻ അതിനെ കേന്ദ്രീകരിച്ച് സഞ്ചരിക്കുന്നു. ആ കേന്ദ്രത്തിന് കൃഷ്ണൻ എന്നോ അഭിജിത്ത് എന്നോ എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. ഇങ്ങനെയാണെങ്കിൽ ഈ നക്ഷത്ര മണ്ഡലങ്ങൾ മുഴുവൻ സഞ്ചരിക്കുന്നുണ്ടാവില്ലേ? എന്തിനെ കേന്ദ്രീകരിച്ചായിരിക്കും അത് സഞ്ചരിക്കുക? അതിനൊരു കേന്ദ്രബിന്ദു ഉണ്ടാവില്ലേ? ഈ എല്ലാ നക്ഷത്രമണ്ഡലങ്ങളും സഞ്ചരിക്കുന്ന കേന്ദ്രബിന്ദു, അത് ആകർഷണ കേന്ദ്രം, അതാണ് കൃഷ്ണൻ എന്ന് നമുക്ക് സങ്കല്പിക്കാം. സയന്റിഫിക്കായിട്ട് പറയുമ്പോൾ അതാണ് കൃഷ്ണൻ. ആധ്യാത്മികമായിട്ടുള്ള തലത്തിലേക്ക് പോകുമ്പോൾ എല്ലാ ആത്മാക്കളെയും ആകർഷിച്ചു നിർത്തുന്ന പരമാത്മാവ് അല്ലെങ്കിൽ പരമപുരുഷൻ, അതാണ് കൃഷ്ണൻ. ആധ്യാത്മിക തലത്തിൽ നമ്മളെല്ലാവരും ആ കൃഷ്ണന്റെ ഭാഗമാണ്. കൃഷ്ണൻ ഏത് ജീവിയിലാണ് ഇല്ലാത്തത്? സർവഭൂതേഷു മാം ദൃഷ്ട എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിലും എന്നെ കാണാൻ പഠിക്കൂ എന്ന്. എല്ലാത്തിലും ഭഗവാനെ കാണാൻ പഠിച്ചാൽ, എല്ലാവരിലും ഭഗവാന്റെ അംശത്തെ കണ്ടാൽ പരസ്പരം സ്നേഹിക്കാനുള്ള, പരസ്പരം ബഹുമാനിക്കാനുള്ള ഒരു ചിന്താഗതി നമ്മളുടെ എല്ലാം ഉള്ളിൽ വരും. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ കൃഷ്ണന് സാധിച്ചു, കൃഷ്ണന്റെ ആ നാമത്തിന് സാധിച്ചു. കലഹിച്ചു നിന്നിരുന്ന വിഷ്ണുവംശത്തെ മുഴുവൻ ഒരുമിപ്പിച്ച് നിർത്തി ഒരു മലയെ പോലും നിസ്സാരമായി ഒരു വിരലുകൊണ്ട് ഉയർത്താൻ കഴിഞ്ഞ ചൈതന്യമാണ് കൃഷ്ണൻ. ഗോവർദ്ധന പർവ്വതം ഒരു വിരൽ തുമ്പിൽ ഒതുങ്ങാൻ പാകത്തിന് ആക്കിയ ചൈതന്യമാണ് കൃഷ്ണൻ. നമുക്ക് മഹാഭാരതത്തിലേക്കൊന്ന് നോക്കാം. മഹാഭാരതത്തില് ആ കൃഷ്ണൻ എന്ന് പറയുന്ന ചൈതന്യ വിശേഷം ആയുധമെടുക്കാതെ യുദ്ധക്കളം മുഴുവൻ നിയന്ത്രിച്ച്, ആ യുദ്ധം മുഴുവൻ നിയന്ത്രിച്ച് പാണ്ഡവന്മാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കി എടുത്ത ആളാണ് കൃഷ്ണൻ. കൗരവപ്പട 11 അക്ഷൗഹിണിപ്പട ഉണ്ടായിരുന്നു, പാണ്ഡവപ്പട 7 അക്ഷൗഹിണിയും. ഈ 7 അക്ഷൗഹിണി കൊണ്ട് 11 അക്ഷൗഹിണിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് ആ കൃഷ്ണൻ എന്ന് പറയുന്ന ചൈതന്യ വിശേഷത്തിന്റെ സാമർഥ്യം ഒന്ന് മാത്രമാണ്. ആയുധമെടുക്കാതെ കൃഷ്ണൻ രംഗത്ത് വന്ന് പ്രേരിപ്പിച്ച് തൻ്റെ വരുതിയിലാക്കി ആ യുദ്ധക്കളം മുഴുവൻ. അത് നമ്മൾ നേരിട്ട് യുദ്ധകളത്തിലെ അഭ്യാസത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും. ആ കൃഷ്ണൻ്റെ ചൈതന്യ വിഷയങ്ങളെക്കുറിച്ച് എത്ര സംസാരിച്ചാലും മതി വരില്ല. ഇനിയും ഏറെ സംസാരിക്കാനുണ്ട്. അത് നമുക്ക് മറ്റൊരവസരത്തിൽ ആകാം.